ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ്, ഗുണന രീതികൾ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. ആ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് മക്കളെ. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയി മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് മിസ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഓണം എക്സാമില് ടെക്സ്റ്റ് ബുക്ക് മാറിയതിനു ശേഷം ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത് നമ്മളുടെ ബാച്ചാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ഭാഗം പഠിച്ചിരുന്നാൽ എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പായും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ ഏതാ ക്വസ്റ്റ്യൻ എന്ന് മിസ് പറഞ്ഞുതരാം, വേഗം നോക്കിക്കോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി odd numbers like 1, 3, 5 are added to be added to get 100. അതായത് 1, 3, 5, 7 എന്നിങ്ങനെയുള്ള എത്ര ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ 100 കിട്ടും? ഇതാണ് ക്വസ്റ്റ്യൻ. മക്കളെ, നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, 1 + 3 എന്ന് പറയുന്ന രണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ, ഇവിടെയുള്ള ഈ രണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ 4 എന്നാണ് ഉത്തരം വരിക. 3 + 1 4, രണ്ട് ഒറ്റ സംഖ്യകളാണ് കൂട്ടുന്നത് അല്ലേ. ഇവിടെ നോക്കുക, 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ഗുണിക്കണം 2 ആണ് അല്ലേ. അടുത്ത നോക്കുക, 1 + 3 + 5, അതായത് ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് 9 ആണ്. 3 അല്ലെ. 9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 × 3 ആണ്. 3 × 3 ആണ് 9. അതായത് 3 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ 9 കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ 16 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 × 4 ആണ് അല്ലെ. 4 ഗുണിക്കണം 4 ആണ്. അതിനർത്ഥം 4 ഒറ്റ സംഖ്യകൾ 1, 3, 5, 7 ഇവരെ കൂട്ടിയാൽ 16 കിട്ടും. കിട്ടുമോ നോക്കിയേ. 7 × 3 = 10, 10 × 6 = 16. ശരിയാണ്. 3 × 3 4, 4 × 5 9, 9 × 7 16. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, അങ്ങനെയാണെങ്കിൽ 25 കിട്ടാൻ എന്ത് ചെയ്യണം? 25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 × 5 ആണ്. അതായത് ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ 25 കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? 1, 3, 5, 7 ഇങ്ങനെയുള്ള കുറെ ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോൾ 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ഒറ്റ സംഖ്യകളാണ് കൂട്ടിയത്? 100 എന്നറിഞ്ഞാൽ നമുക്കറിയാം ഇത് 10 ഗുണിക്കണം 10 ആണ്. അതിനർത്ഥം ആദ്യത്തെ 10 ഒറ്റ സംഖ്യകൾ കൂട്ടിയാലാണ് 100 കിട്ടുക. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകൾ 1, 3, 5, 7, 9, 11, 13, 15, 17, 19 ഇങ്ങനെയുള്ള ആദ്യത്തെ 10 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ 100 കിട്ടും. അപ്പൊ ആൻസർ എന്താണ്? 10 ഓഡ് നമ്പേഴ്സ്. എത്ര നമ്പേഴ്സ് കൂട്ടണം എന്നാ ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇത് പറയും 10 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടും എന്ന് നമ്മൾ പറയും. റെഡി അല്ലേ? ഇനി ക്വസ്റ്റ്യൻ അടുത്ത് നോക്കിയേ. വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ? അതായത് ലാസ്റ്റ് ഓഡ് നമ്പർ 10ാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? നമ്മൾ ചോദിച്ചിരിക്കുന്നത് 10ാമത്തെ ഒറ്റ സംഖ്യ. 10ാമത്തെ ഒറ്റ സംഖ്യ. ഇതിൽ നിന്ന് ചോദ്യം വരും. 10ാമത്തെ ഒറ്റ സംഖ്യ കാണാൻ ബുദ്ധിമുട്ടാണോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല മക്കളെ. ഇത് ചെയ്താൽ മതി. 10നെ 2 കൊണ്ട് ഗുണിക്കുക. 10നെ 2 കൊണ്ട് ഗുണിച്ചാൽ 20. അതിൽ നിന്നും 1 കുറയ്ക്കുക. എത്രയാ? 19. ഇതാണ് മക്കളെ 10ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. എങ്ങനെയാ കാണുക? 2 കൊണ്ട് ഗുണിക്കുക, 1 കുറയ്ക്കുക. 2 കൊണ്ട് ഗുണിച്ച് 1 കുറയ്ക്കുക. ഇനി മക്കളോട് ചോദിക്കുകയാണ് 20ാമത്തെ ഒറ്റ സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? 20 ഗുണിക്കണം 2 40 വരും. അതിൽ നിന്നും 1 കുറച്ചാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ. അപ്പൊ മക്കളെ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്പർ മാറ്റി ചോദിക്കും. അതായത് ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1, 3, 5, 7. ഓക്കെ. എത്ര ഓഡ് നമ്പേഴ്സ് കൂട്ടിയാലാണ് 1, 3, 5, 7 എന്ന് പറഞ്ഞ എത്ര ഓഡ് നമ്പേഴ്സ് കൂട്ടിയാലാണ് 400 കിട്ടുക എന്ന് ചോദിക്കും. അപ്പൊ നമുക്കറിയാം 400 എന്ന് പറഞ്ഞാൽ 20 ഗുണിക്കണം 20 ആണ്. ശരിയല്ലേ? 400 എന്ന് പറഞ്ഞാൽ
20 ഗുണിക്കണം 20 ആണ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും 900 ചോദിക്കും. 30 into 30, അതായത് ആദ്യത്തെ 30 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ 900. ഇനി 1600 ആണെങ്കിലോ 40 into 40, ആദ്യത്തെ 40 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ 1600 കിട്ടും. ഇങ്ങനെയുള്ള ഏതെങ്കിലും നമ്പർ ആയിട്ട് മക്കളോട് ചോദിക്കുക. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നോക്കി വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസും എക്സാമിന് റിലേറ്റഡ് ആയ ടോപ്പിക്സ് ഒക്കെ ആയിട്ട് മിസ് ഇനിയും വരും. അപ്പൊ നമ്മുടെ ചാനൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. റെഡി? സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവരിവൺ.